അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിച്ച് ക്രാഫ്റ്റാണ്. അവർക്കൊരു ലാൻഡ് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ലാൻഡിൻ്റെ ഓണറോട് ചോദിക്കും, ഈ ലാൻഡ് വിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇല്ലില്ല, ഞങ്ങൾ വിൽക്കാൻ തയ്യാറല്ല, ഞങ്ങളിത് തലമുറകളായിട്ട് ഉപയോഗിക്കുന്ന ലാൻഡാണ്, ഞങ്ങളിത് വിൽക്കാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ മക്കൾക്ക് ഇവിടെ താമസിക്കേണ്ടത് ആവശ്യമാണ്. ഇവർ പോകും, പോയി വിച്ച് ക്രാഫ്റ്റ് ചെയ്യും. വിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്നതിന് ശേഷം പിന്നെയും വരുന്നുണ്ട്. അവർ ഈ വീട്ടുകാർക്കൊരു മനം മാറ്റം ഉണ്ടാകുന്നു. ഇവിടെ ഒന്ന് വേറൊരു പട്ടണത്തിൽ പോയി താമസിക്കണമെന്ന് ഈ കുറേ ദിവസമായിട്ട് പിള്ളേരെല്ലാം പറയുന്നു. എന്നാൽ അങ്ങ് വിറ്റ് കളയാം. റോങ് ഡിസിഷൻ. ആ റോങ് ഡിസിഷൻ അവരെ കൊണ്ടാണ് എടുപ്പിക്കുന്നത്. അവിടെയാണ് നിനക്ക് ദൈവത്തിന്റെ ജ്ഞാനം ആവശ്യമായിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു, പെരുകി, ബലപ്പെട്ടു, ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ഇത് വിശദീകരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും. ഈ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ, ഇതിനുള്ള സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുണ്ട്. ഞാനതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. നിങ്ങൾ തന്നെ ഈ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഇത് ഇസ്രായേൽ മക്കൾക്കുള്ള സന്ദേശമാകുന്നുവെങ്കിൽ, ഇസ്രായേൽ മക്കൾ സന്ദേശമല്ല, ഇത് ഇസ്രായേൽ മക്കളിൽ സംഭവിച്ച കാര്യമാണ്. ഇസ്രായേൽ മക്കളിൽ സംഭവിച്ച പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ഇടയിൽ ഇത് സംഭവിച്ചുവെങ്കിൽ, പുതിയ നിയമത്തിൽ വളരെ ബെറ്ററായിട്ടുള്ളൊരു കവനന്റ്, വളരെ ഉന്നതമാകുന്ന ഒരു ഉടമ്പടിയുള്ള പുതിയ നിയമവിശ്വാസികൾക്ക് ഇത് സംഭവിക്കത്തില്ല. ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. 2026 എന്ത് സംഭവിക്കും? 2026 ആരംഭ ദിനങ്ങളിൽ ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുവാൻ കഴിഞ്ഞില്ല. യാത്രകളിലായിരുന്നു. അതോടൊന്നിച്ച് തന്നെ ഈ സന്ദേശം ഷൂട്ട് ചെയ്യുവാനുള്ളൊരവസരവും ലഭിച്ചില്ല. അതുകൊണ്ട് വൈകിയാണെങ്കിലും ഈ സന്ദേശം അറിയിക്കുവാൻ അവസരം ലഭിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഡിസംബർ മാസം 2025 ഡിസംബർ മാസത്തിൽ തന്നെ എൻ്റെ ഹൃദയത്തിൽ ഈ സന്ദേശത്തിൻ്റെ ഒരു തലക്കെട്ട് ലഭിച്ചിരുന്നു. 2026 വ്യത്യസ്തമാകുന്ന സന്ദേശങ്ങളാണ് അനേകം ദൈവദാസന്മാർക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാം പരിശുദ്ധാത്മാവ് ഈ തലമുറയ്ക്ക് വേണ്ടി കൊടുക്കുന്ന സന്ദേശങ്ങളാകുന്നു. വിശേഷാൽ ഒരു ദൈവദാസൻ പരിശുദ്ധാത്മാവിൽ നിന്നൊരു സന്ദേശം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുമായിട്ടും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളുമായിട്ടും ആ സന്ദേശത്തിന് ബന്ധമുണ്ട്. അതുകൊണ്ട് ഈ സന്ദേശത്തിനും വ്യക്തിപരമായി എൻ്റെ ശുശ്രൂഷകളുമായിട്ടും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളുമായിട്ടും ബന്ധമുണ്ട്. എന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്കും ആലോചനകളും ദൂതുകളും സ്വീകരിക്കുവാൻ കഴിയും. സമാനമാകുന്ന നിലയിൽ കർത്താവിൽ പ്രയോജനപ്പെടുന്നവരാകുന്നുവെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്ക് വളരെ കൃത്യമാകുന്ന സന്ദേശവുമായിരിക്കും. ദൈവപരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടത് വർധനവ് എന്ന ഒരു പദമാണ്. ഇൻക്രീസ്. 2026 an year of increase. വർധനവിൻ്റെ ഒരു വർഷമാകുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ, നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. Though your beginning was small, at your latter end would increase abundantly. Increase abundantly. നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കുമെന്ന് പറയുമ്പോൾ ഇൻക്രീസ് എബണ്ടൻ്റ്ലി, വളരെ വർദ്ധിച്ച അളവിൽ വർദ്ധിക്കുവാൻ പോകുന്നു. അതിവിപുലമാകുന്ന ഒരു വർധനവ് സംഭവിക്കുവാൻ പോകുന്നു. ആൻ ഇയർ ഓഫ് ഇൻക്രീസ്. ദൈവരാജ്യത്തിൽ അനേകം തത്വങ്ങളുണ്ട്. ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ദൈവരാജ്യം പ്രവർത്തിക്കുന്നതും വ്യത്യസ്തമാകുന്ന പ്രിൻസിപ്പിൾസ് ഉണ്ട്. ദൈവരാജ്യത്തിൻ്റേത് ആയിട്ടുള്ള ലോസ് ഉണ്ട്, നിയമങ്ങളുണ്ട്. അങ്ങനെയൊക്കെയാണ് ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലും കാര്യങ്ങൾ സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളുടെ മേൽ വ്യാപരിക്കുന്നത്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ എത്തിയതിന് ശേഷമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചില പ്രത്യേകമാകുന്ന തത്വങ്ങൾ മുന്നേറ്റത്തിന് സഹായകരമായിരിക്കും. അതിൽ ചില പ്രിൻസിപ്പിൾസാണ് ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ വളർച്ച, ഗ്രോത്ത് ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തത്വമാകുന്നു. ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാകുന്നുവെങ്കിൽ എക്സ്പാൻഷൻ, വിശാലത കർത്താവ് നമുക്ക് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാകുന്നു ഇൻക്രീസ്, വർധനവ്. നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാകുന്നുവെങ്കിൽ
വർധനവുകളെ പരിശുദ്ധാത്മാവ് നൽകി തരുവാൻ പോകുന്നു. ഇത് സൂപ്പർ നാച്ചുറലായിട്ടുള്ളൊരു ഇൻക്രീസാണ്, നാച്ചുറൽ ഇൻക്രീസ് അല്ല. പ്രകൃതിയിൽ സംഭവിക്കുന്ന വർധനവുകളുണ്ട്. ആ വർധനവുകൾ സമയബന്ധിതമായിരിക്കും, ടൈം ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, ടൈം ബേസ്ഡ് ആയിരിക്കും. അതിനൊരു സമയം ആവശ്യമാണ്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന, ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൂപ്പർ നാച്ചുറലായിട്ടുള്ള ഈ വർധനവ്, ആ വർധനവ് ടൈം ഡിപ്പെൻഡൻ്റ് അല്ല, ഗോഡ് ഡിപ്പെൻഡൻ്റ് ആകുന്നു. സമയബന്ധിതമല്ല, ദൈവത്തിൽ നിന്നാകുന്നു അത് സംഭവിക്കുന്നത്. അതിനാൽ ഗോഡ് ഡിപ്പെൻഡൻ്റ് ആകുന്നു വർധനവ്, ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലെ സൂപ്പർ നാച്ചുറലായിട്ടുള്ള വർധനവ്. അതോടൊന്നിച്ച് തന്നെ നാച്ചുറലായിരിക്കുമ്പോൾ ടൈം ഡിപ്പെൻഡൻ്റ് എന്നത് മാത്രമല്ല, അവിടെ മനുഷ്യൻ്റെ പങ്കാളിത്തം വളരെയാണ്. മനുഷ്യൻ കൂടാതെ നാച്ചുറലിലൊരു വർധനവ് സംഭവിക്കുകയില്ല. സൂപ്പർ നാച്ചുറലിൽ വരുമ്പോൾ അവിടെയും മനുഷ്യൻ്റെ പങ്കാളിത്തമുണ്ട്. എന്നാൽ ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യരാണ് അവിടെ ആ വർധനവിൽ സഹായികളായിട്ട് വരുന്നത്. വളരെ ചെറിയൊരളവിലാണ് മനുഷ്യൻ്റെ പങ്കാളിത്തം അവിടെ ഉണ്ടാകുന്നത്. മനുഷ്യൻ പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ ഉപയോഗിക്കുന്നു. ആ നിലയിലാണ് ആ വർധനവിൽ മനുഷ്യൻ്റെ പങ്കാളിത്തം വരുന്നത്. നാച്ചുറലിൽ, പ്രകൃതിയിൽ നമ്മുടെ നടുവിൽ നടക്കുന്ന സാധാരണമാകുന്ന വർധനം എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ്. അവൻ വിതയ്ക്കുന്നു, അവൻ അധ്വാനിക്കുന്നു, അത് വർദ്ധിക്കുവാൻ വേണ്ടി സമയമെടുക്കുന്നു, അങ്ങനെയുള്ളൊരു വർധനവാണ്. എന്നാൽ സൂപ്പർ നാച്ചുറലിൽ അത് ഗാഡ് ഡിപ്പെൻഡൻ്റ് ആകുന്നു. അവിടെയും കർത്താവ് മനുഷ്യരെ ഉപയോഗിക്കും. ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് അവിടെ വരുവാൻ സാധ്യതയുണ്ട്, അതുപോലെയുള്ള സഹായികൾ വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അവരെ ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങളായിരിക്കും. ആ നിലയിൽ അത്ഭുതകരമാകുന്നൊരു വർധനവാണ് ദൈവരാജ്യത്തിൽ സംഭവിക്കുന്നത്. നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ, യേശു കർത്താവിൻ്റെ കരങ്ങളിൽ 5 അപ്പവും 2 മീനും ലഭിച്ചു. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 5 അപ്പവും 2 മീനും ലഭിച്ച സന്ദർഭത്തിൽ അത് നാച്ചുറലാണെങ്കിൽ വർദ്ധിക്കുവാൻ ഒരു സാധ്യതയുമില്ല. 5 അപ്പത്തിനും 2 മീനും വർദ്ധിക്കുവാൻ ഒരു സാധ്യതയുമില്ല. ഇനി അവിടെ ഒരു വർധന ഉണ്ടാകണമെങ്കിൽ തന്നെ അതിനുവേണ്ടി സഹായകരമാകുന്ന റോ മെറ്റീരിയൽസ്, അവിടെ അരിപ്പൊടിയാണെങ്കിൽ അരിപ്പൊടി, അല്ലെങ്കിൽ ഗോതമ്പൊടിയാണെങ്കിൽ ഗോതമ്പൊടി, മറ്റു പല കാര്യങ്ങൾ ചേർന്ന് വന്നതിന് ശേഷം മനുഷ്യര് അടുപ്പുണ്ടാക്കിയിട്ട് അതിനുള്ള പാത്രങ്ങൾ ക്രമീകരിച്ച് അപ്പം ചുട്ടെടുത്തെങ്കിൽ മാത്രമേ അവിടെ അപ്പം വർദ്ധിക്കുകയുള്ളൂ. ആ വർദ്ധിക്കുവാൻ വേണ്ടി അവിടെ മനുഷ്യരുടെ സഹായം വളരെ ആവശ്യമാണ്. വസ്തുവകകൾ അവിടെ ആവശ്യമാണ്. മാത്രമല്ല നല്ലതുപോലെ സമയമെടുക്കും, മണിക്കൂറുകൾ എടുത്തെങ്കിൽ മാത്രമേ ആ വർധനവ് സംഭവിക്കുകയുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യേശു കർത്താവിൻ്റെ കരങ്ങളിൽ 5 അപ്പവും 2 മീനും ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഉടനടി സമയം അവിടെ ഒരു പ്രശ്നമല്ല. മനുഷ്യരുടെ സഹായം, വിളമ്പാൻ സഹായം ആവശ്യമാണ്. എന്നാൽ വേറൊരു നിലയിൽ മനുഷ്യരുടെ സഹായം അവിടെ ആവശ്യമില്ല. 5 അപ്പവും 2 മീനും വർദ്ധിച്ചതുപോലെയുള്ള ഒരു വർധനവ്. ഇനിയും ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ പോകുമ്പോൾ, അവിടെ 5-ാമത്തെ അധ്യായത്തിൽ പോകുമ്പോൾ ഗനസരേത്ത് തടാകക്കരയിൽ യേശു വന്ന് ജനത്തെ പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവിടെ പത്രോസിൻ്റെ വള്ളത്തിൽ കയറിയാണ് യേശു ജനത്തെ പഠിപ്പിച്ചത്. അതിനുശേഷമായിട്ട് യേശു പത്രോസിനോട് പറയുന്നുണ്ട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ. അപ്പോൾ എന്താണ് പത്രോസ് പറയുന്നത്? ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അവരേകദേശം ഒരു 6-7 മണിക്കൂർ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. നാച്ചുറലിൽ അവർക്ക് മീൻപിടുത്തത്തിൽ അവർക്കൊരു വർധനവുണ്ടാകണമെങ്കിൽ അത് സമയബന്ധിതമാകുന്നു. അവിടെ മനുഷ്യരുടെ അധ്വാനം, വളരെ അധ്വാനമുണ്ട്. ടോയിലിംഗ് എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കേവലം അധ്വാനമല്ല, കഠിനമാകുന്ന വളരെ ഹാർഷായിട്ടുള്ള അധ്വാനം അവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നു. ടോയിലിംഗ്, അത്രയും ടോയിൽ ചെയ്തിട്ടും അവർക്കൊന്നും കിട്ടിയിട്ടില്ല. അവിടെയാണ് യേശു പറയുന്നത്, ആഴത്തിലേക്ക് നോക്കി വലകളെ വീശുവീൻ. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്കുള്ള പ്രത്യേകമാകുന്ന ഒരു
ഉത്തരവാദിത്വമാകുന്നു. ദൈവ സാന്നിധ്യത്തിലിരുന്ന് കർത്താവിൻ്റെ ശബ്ദം കേൾക്കണം. അവിടുന്ന് എന്താണ് പറയുന്നത് അതനുസരിച്ച് കാൽച്ചുവടുകൾ വെക്കുകയാണ് എങ്കിൽ നാച്ചുറലിൽ ഉണ്ടാകുന്ന ഒരു ഇൻക്രീസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൂപ്പർ എബണ്ടൻ്റ് ആയിട്ടുള്ള വർധനവിനെ കർത്താവ് നൽകി തരുവാൻ പോകുകയാണ്. അതിമഹത്തായ ഒരു വർധനവിനെ, സൂപ്പർ എബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു വർധനവിനെ കർത്താവ് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ സമയം ഒരു സംഘർഷം സൃഷ്ടിക്കുകയില്ല. അവിടെ പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് അഡ്വാൻസ്മെൻറ്റിന് വേണ്ടി, മുന്നേറ്റത്തിന് വേണ്ടി ലഭിക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഈ ദൈവരാജ്യത്തിൽ തന്നെ നമ്മുടെ ആത്മീക വേഗതയെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ചില സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ, ആത്മീകമാകുന്ന ചില കാര്യങ്ങൾ നമുക്ക് മുന്നേറ്റത്തിന് സഹായകരമാകുന്ന സംവിധാനങ്ങൾ, അഡ്വാൻസ്മെൻറ്റിന് സഹായകരമാകുന്ന സിസ്റ്റംസ് ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലുണ്ട്. അത് പ്രയോജനപ്പെടുത്തണം. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് അഡ്വാൻസ്മെൻറ്റിന് സഹായകരമാകുന്ന ഒരു സംവിധാനമാണ്. ഉപവാസം എന്ന് പറയുന്നത് അഡ്വാൻസ്മെൻറ്റിന്, സ്പിരിച്വൽ അഡ്വാൻസ്മെൻറ്റിന്, നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിങ്ങൾ വിജയികളായിത്തീരുവാൻ വേണ്ടി, നിങ്ങൾക്ക് മുന്നേറ്റം ലഭിക്കുവാൻ സഹായകരമാകുന്ന സംവിധാനങ്ങളുണ്ട്. ആ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടിയുള്ള സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തണം. അതിൽ മറ്റു ചില സംവിധാനങ്ങളാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കരുണ, ദൈവപരിശുദ്ധാത്മാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വേഗത. ചില കാര്യങ്ങളിൽ ഒരുപാട് വൈകിപ്പിക്കലുകൾ സംഭവിക്കുന്നുണ്ട്. ആ വൈകിപ്പിക്കലുകളെ തകർക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന വേഗതയുണ്ട്. പരിശുദ്ധാത്മാവിൽ വേഗത അറ്റാച്ച്ഡ് ആണ്. പലർക്കും പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുവാൻ കഴിയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന വേഗത അവർക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. പല കാര്യങ്ങളിലും അവർ കുടുങ്ങിക്കിടക്കുകയാണ്, സ്തംഭനാവസ്ഥയിലാണ്, ഒരു ചുവട്ടടി മുന്നോട്ട് വയ്ക്കുവാൻ കഴിയുന്നില്ല. ആ സ്തംഭനാവസ്ഥകളെ തകർക്കണം. വിവാഹം കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികളില്ല, ജോലിയിൽ പ്രവേശിച്ചു, ഇന്നുവരെയും ഒരു പൈസ പോലും സേവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പണം വരുന്നു പോകുന്നു, എങ്ങനെ പോകുന്നു എന്നറിയത്തില്ല. അങ്ങനെ പല മേഖലകളിൽ അവർ സ്തംഭനാവസ്ഥയിലായിരിക്കുന്നു എങ്കിൽ മാത്രമല്ല, ചിലർ പല കാര്യങ്ങളിലും വൈകിപ്പോകുകയാണ്. നടക്കേണ്ട കാര്യങ്ങൾ സമയത്ത് നടക്കുന്നില്ല. അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധാത്മാവിലുള്ള വേഗതയെ അവർക്ക് അവരുടെ ജീവിതത്തിൽ മുന്നേറ്റത്തിനു വേണ്ടി, അഡ്വാൻസ്മെൻറ്റിനു വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയും. അതല്ലേ അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു വലിയ മുഴക്കമുണ്ടായി. അത് വേഗതയാണ്, പരിശുദ്ധാത്മാവിലുള്ള വേഗതയാണ്. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു വലിയ മുഴക്കമുണ്ടായി. 120 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നാളുകളായിട്ട് അവർ പ്രാർത്ഥനയിലുമായിരുന്നു. ഈ 120 പേര് ഏകദേശം 10 ദിവസത്തോളമായിട്ട് പ്രാർത്ഥനയിലുമായിരുന്നു. ആ 10 ദിവസത്തോളം 120 പേര് പ്രാർത്ഥിച്ചിട്ട് ഉണ്ടാകാത്ത ഒരു വർധനവ് അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പെട്ടെന്നുണ്ടായി. ഒറ്റ ദിവസം കൊണ്ട് 3000 പേര് ദൈവസഭയ്ക്കുള്ളിൽ പ്രവേശിച്ചു. അത് ഇൻക്രീസ് അല്ലേ? അത് നാച്ചുറൽ ഇൻക്രീസ് ആണോ? അത് സൂപ്പർ നാച്ചുറൽ ഇൻക്രീസ് അല്ലേ? ഒരു സൂപ്പർ എബണ്ടന്റ് ഇൻക്രീസ് അല്ലേ? അതെ, ആ നിലവാരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 2026 പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സംഖ്യാപുസ്തകത്തിൽ അഹരോൻ്റെ വടി തളിർത്ത സംഭവം 17-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അഹരോൻ്റെ വടി തളിർത്ത സംഭവം, അത് ഒറ്റ രാത്രി കൊണ്ട് ആ വടി തളിർത്ത് അതിനുശേഷം അതിൽ ബദാം പൂത്ത് നല്ല നല്ല റൈപ്പ് ബദാംസ് ഉണ്ടായെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒരു രാത്രി കൊണ്ട് സംഭവിക്കുമോ? അത് തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു. അതൊരു വേഗതയല്ലേ? അസാധാരണ വേഗതയല്ലേ? ചിലരുടെ ജീവിതത്തിൽ ഈ നിലയിലുള്ളൊരു വേഗതയെ സ്വീകരിക്കുവാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിന് അടുത്തു വരണം. ഈ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വചനത്തിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ട് ഈ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വിധേയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ ഈ സാധ്യതകളെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. അസാധാരണമാകുന്ന ഒരു വേഗതയെ പരിശുദ്ധാത്മാവ്
നൽകി തരുവാൻ പോകുകയാണ്. പലരുടെയും ജീവിതത്തിലുള്ള സ്തംഭനാവസ്ഥകളെ പരിശുദ്ധാത്മാവ് ഇല്ലാതെയാക്കുവാൻ പോകുന്നു. വൈകിപ്പിക്കലുകളെ പരിശുദ്ധാത്മാവ് ഇല്ലാതെയാക്കുവാൻ പോകുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ വിത്തിൻ്റെയും വിതയുടെയും ഉപമ കർത്താവ് പറയുന്ന സന്ദർഭത്തിൽ അവിടെ ആ വിത്തുകളെ കുറിച്ച് പറയുമ്പോൾ മറ്റു ചിലത് മണ്ണിൽ വീണിട്ട് മുളച്ചു വളർന്നു ഫലം കൊടുത്തു. അവിടെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇൻക്രീസ് എന്നുള്ള വാക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മുളച്ചു വളർന്നു ഫലം കൊടുത്തു. എങ്ങനെയാ ഒരു ഫലം കൊടുത്തത്? 30 മേനി, 60 മേനി, 100 മേനി. But other seed fell on good ground and yielded a crop that sprang up, increased and produced. ഈ വിശേഷണങ്ങൾ ശ്രദ്ധിക്കുക. sprang up, increased and produced, some 30-fold, some 60-fold and some 100-fold. 30 മേനി, 60 മേനി, 100 മേനി. ഈ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ 30 മേനി എന്ന് പറയുന്നത് തന്നെ ഒരു മഹാത്ഭുതമാണ്. അങ്ങനെയുള്ളവർക്ക് എത്ര വലിയ കാര്യങ്ങളാണ് 30 മേനിയിൽ തന്നെ സംഭവിക്കുന്നത്. അവരോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാണോ? ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ വർധനവിന് അവസാനമില്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിലെ വാക്യം നമുക്കറിയാമല്ലോ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കുവാൻ, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകത്തില്ല. അവൻ്റെ ആധിപത്യത്തിൻ്റെ ഇൻക്രീസിനും അവൻ്റെ സമാധാനത്തിൻ്റെ ഇൻക്രീസിനും വർധനമുണ്ടാകത്തില്ല. ദൈവം നിങ്ങൾക്ക് ഒരു ഇൻക്രീസ് തരികയാണെങ്കിൽ അതിന് എൻഡില്ല. ഇതൊരു വിചിത്രമായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് നിങ്ങൾക്ക് തോന്നും. പ്രിയമുള്ളവരെ, ഇത് യാഥാർത്ഥ്യമാകുന്നു, സത്യമാകുന്നു. നിങ്ങൾ ആത്മാവിൽ കുതിച്ചു മുന്നേറ്റത്തിന് വിധേയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ മേൽ നൽകുന്ന ഇത്തരത്തിലുള്ള ഗുണമേന്മകൾക്ക് ഉണ്ടാകുന്ന വർധനവെന്ന് പറയുന്നത് എൻഡില്ലാത്ത വർധനമാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം, അതിലൊരു വർധനവ് കർത്താവ് നൽകി തരുമ്പോൾ അവസാനമില്ലാത്ത വർധനവിനെ കർത്താവിന് നൽകി തരുവാൻ കഴിയും. യെസ്, ആ സാധ്യതകളെക്കുറിച്ച് നിങ്ങൾ തന്നെ പഠനവിധേയമാക്കുക. ഈ വലിയ സാധ്യതകളെ മുതലെടുക്കുവാൻ കഴിഞ്ഞവരുടെ എണ്ണം വിരളമാകുന്നു. പലർക്കും ഇത് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നില്ല. ഭാരങ്ങളിലും ക്ഷീണങ്ങളിലും തളർച്ചകളിലും നിരാശകളിലും ബന്ധനങ്ങളിലും ആകുലതകളിലും ഭിന്നതകളിലും വഴക്കുകളിലും പാപത്തിൻ്റെ പരീക്ഷണങ്ങളിലുമൊക്കെ പലരും കുടുങ്ങിക്കിടക്കുകയാണ്. അരുതരുത്. ദൈവവചനത്തിലെ ഈ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ സാധ്യതകളെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ കർത്താവ് തരാൻ പോകുന്ന ഇൻക്രീസ്, എൻഡ്ലെസ് ഇൻക്രീസ് കർത്താവ് നൽകി തരുവാൻ പോകുകയാണ്. അവസാനമില്ലാത്ത വർധനവിനെ കർത്താവ് നൽകി തരുവാൻ പോകുകയാണ്. ഈ വാക്യം എനിക്ക് വളരെ അത്ഭുതകരമായി തോന്നി. പുറപ്പാട് പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം ഇത് ഇൻക്രീസിനൊരു നല്ല ഉദാഹരണമാകുന്നു. ഇസ്രയേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശേഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു, പെരുകി, ബലപ്പെട്ടു. എത്ര വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രയേൽ മക്കൾ വർദ്ധിച്ചു എന്നൊറ്റ വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇസ്രയേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു, പെരുകി, ബലപ്പെട്ടു. പിന്നെ തീർന്നില്ല, ദേശം അവരെ കൊണ്ടു നിറഞ്ഞു. ദേശം അവരെ കൊണ്ടു നിറഞ്ഞു. ഇസ്രയേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു, പെരുകി, ബലപ്പെട്ടു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. But the children of Israel were fruitful and increased abundantly, multiplied, grew exceedingly mighty, and the land was filled with them. Then the land was filled with them.
ഇത് വിശദീകരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും. ഈ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ, ഇതിനുള്ള സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുണ്ട്. ഞാനതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. നിങ്ങൾ തന്നെ ഈ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഇത് ഇസ്രായേൽ മക്കൾക്കുള്ള സന്ദേശമാകുന്നുവെങ്കിൽ, ഇസ്രായേൽ മക്കൾ സന്ദേശമല്ല, ഇത് ഇസ്രായേൽ മക്കളിൽ സംഭവിച്ച കാര്യമാണ്. ഇസ്രായേൽ മക്കളിൽ സംഭവിച്ച പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ഇടയിൽ ഇത് സംഭവിച്ചുവെങ്കിൽ, പുതിയ നിയമത്തിൽ വളരെ ബെറ്ററായിട്ടുള്ളൊരു കവനൻ്റ്, വളരെ ഉന്നതമാകുന്ന ഒരു ഉടമ്പടിയുള്ള പുതിയ നിയമവിശ്വാസികൾക്ക് ഇത് സംഭവിക്കത്തില്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം സംഭവിക്കത്തില്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം സംഭവിക്കുകയില്ലേ? ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു, പെരുകി ബലപ്പെട്ടു, ദേശം ഒരേ കൊണ്ട് നിറഞ്ഞു. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സംഭവിക്കത്തില്ലേ? കുടുംബ ജീവിതത്തിൽ ഇത് സംഭവിക്കത്തില്ലേ? ബിസിനസ്സിൽ ഇത് സംഭവിക്കത്തില്ലേ? നിങ്ങളുടെ ചർച്ചിൽ ഇത് സംഭവിക്കത്തില്ലേ? ചില ചർച്ചുകളെ കൊണ്ട് ദേശം, ചില പട്ടണങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ആ പട്ടണത്തിൽ ചെല്ലുമ്പോൾ റോഡിൽ എഴുതിയിരിക്കുന്ന സൈൻ ബോർഡ്സിൽ പോലും ആ ചർച്ചിലേക്കുള്ള ഡയറക്ഷൻസ് ഉണ്ട്. അത്തരത്തിൽ നിറഞ്ഞിരിക്കുന്ന ചർച്ചുകൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ പട്ടണങ്ങളിൽ അത്തരത്തിലുള്ള ചർച്ചുകളുണ്ട്. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ട് ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. പുതിയ നിയമസഭ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ട് ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. നിങ്ങളുടെ പേര് ജോർജ് എന്നാകുന്നുവെങ്കിൽ, ജോർജ് സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ട് ദേശം ജോർജിനെ കൊണ്ട് നിറഞ്ഞു. ആ വാക്ക് ഞാൻ അങ്ങനെ പറയുമ്പോൾ അതിനകത്തെ ആശയമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ നിലയിൽ കർത്താവ് നമ്മളെ വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അബ്രഹാമിനെ കുറിച്ച് ഒരു പരാമർശം യശയ്യാപ്രവാചകന്റെ പുസ്തകം 51-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. 51-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ പിതാവായ അബ്രഹാമെങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയെങ്കിലേക്കും തിരിഞ്ഞു നോക്കുവിൻ, ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അവനെ ഏകനായിട്ട് വിളിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവനെ ഏകനായിട്ട് വിളിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഫോർ ഐ കോൾഡ് ഹിം അലോൺ. അബ്രഹാം വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങേണ്ടതായിട്ട് വന്നു. ആ അബ്രഹാം മാത്രമേ ഉള്ളൂ. പണമുണ്ടോ? ഇല്ല. ഭൂമിയുണ്ടോ? ഇല്ല. തൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി സഹായികളായിട്ട് ആളുകളുണ്ടോ? ഇല്ല. ഈ പറയുന്ന അറിവുണ്ടോ? വിസ്ഡമുണ്ടോ? അന്ന് സ്കൂളൊന്നുമില്ലല്ലോ. ഈ പറയുന്ന വിസ്ഡമുണ്ടോ? ഇല്ല. കൃപാവരങ്ങളുണ്ടോ? ഇല്ല. തന്നെ വിളിച്ചു, ഏകനായി വിളിച്ചു. അപ്പോൾ ഒരു മനുഷ്യനെ ഒരു ശൂന്യതയിൽ നിന്നൊരു പൂജ്യത്തിൽ നിന്ന് ദൈവത്തിന് വിളിച്ചിറക്കിയതിന് ശേഷം അവനെ ബ്ലസ് ചെയ്തിട്ട് വർദ്ധിപ്പിക്കുവാൻ കഴിയും. അവനെ ബ്ലസ് ചെയ്തിട്ട് വർദ്ധിപ്പിക്കുവാൻ കഴിയും. നിങ്ങളിത് ചിന്തിച്ചു നോക്ക്. ഒറ്റ മനുഷ്യൻ ഒന്നുമില്ലാത്തവനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ഒന്നുമില്ലാത്തവനായിട്ട് ഇറങ്ങിത്തിരിച്ചതിന് ശേഷം കർത്താവ് ഈ അബ്രഹാമിനെ വർദ്ധിപ്പിക്കുകയാണ്. വർദ്ധിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വർദ്ധിപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു രാജ്യം അബ്രഹാമിന് കൊടുക്കുകയാണ്. അബ്രഹാമിൻ്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരികളെ പോലെയും വർദ്ധിപ്പിക്കുകയാണ്. എല്ലാ മേഖലയിലും തൻ്റെ കൂടെ സഹായികളുടെ എണ്ണം 100 കണക്കിന് വർദ്ധിക്കുകയാണ്. 2-3 രാജ്യങ്ങളെ പരാജയപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു സൈന്യമാക്കി അബ്രഹാമിനെ മാറ്റുന്നു. ഈ 2026 നിങ്ങളുടെ പൂർവസ്ഥിതി അല്പമായി തോന്നും. എന്നാൽ നിങ്ങളുടെ അന്ത്യസ്ഥിതിയെക്കുറിച്ച് ദൈവത്തിന് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി അവിടുത്തെ ഹൃദയത്തിലുണ്ട് എന്നുള്ള ആ തിരിച്ചറിവ് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അസാധാരണമാകുന്ന ഒരു ഇൻക്രീസിനെ പരിശുദ്ധാത്മാവ് നൽകി തരുവാൻ പോകുന്നു. അത് സ്വീകരിക്കണം. എല്ലാ മേഖലയിലും കർത്താവ് അത് നൽകി തരുവാൻ പോകുകയാണത്. ദൈവത്തിൻ്റെ ഉദ്ദേശമാകുന്നതിനാൽ ജ്ഞാനത്തിൻ്റെ മേഖലയിൽ ഒരു വർധനവുണ്ടാകട്ടെ. ഞാനിത് പറയുന്ന സന്ദർഭത്തിൽ തന്നെ ജ്ഞാനത്തിൻ്റെ മേഖലയിൽ ഒരു വർധനവ്, വിസ്ഡം, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന വിസ്ഡത്തിൻ്റെ മേഖലയിൽ ഒരു വർധനവുണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ 52-ാമത്തെ വാക്യത്തിൽ, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ്
എന്ന് കാണുവാൻ കഴിയുന്നു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും ഫേവർ. ജ്ഞാനത്തിൽ ഒരു വർധനമുണ്ടാകട്ടെ. ഈ ജ്ഞാനവും ഡിസിഷൻസും തമ്മിൽ വളരെ ബന്ധമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ കഴിഞ്ഞ ദിവസം വിച്ച് ക്രാഫ്റ്റിനെ കുറിച്ചുള്ള ചില സന്ദേശങ്ങൾ ഈ ചാനലിൽ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്തിരുന്നു. അവർ ആ മേഖലയിൽ പരിചയമുള്ളവർ പറയുന്നത് വിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? മനുഷ്യനെ കൺഫ്യൂസ് ചെയ്യുകയാണ്. കൺഫ്യൂസ് ചെയ്തതിന് ശേഷം റോങ് ഡിസിഷൻ അവരെ കൊണ്ട് എടുപ്പിക്കുകയാണ്. പിശാച് വന്ന് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കുകയല്ല, പിശാച് ഇവരെ കൊണ്ട് റോങ് ഡിസിഷൻസ് എടുക്കും. അപ്പോൾ ഒരാളിൻ്റെ വസ്തുവിനെ ലക്ഷ്യം വെച്ച് മറ്റാരെങ്കിലും ഈ വസ്തു മേടിക്കാൻ വേണ്ടി, അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിച്ച് ക്രാഫ്റ്റാണ്. അവർക്കൊരു ലാൻഡ് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ലാൻഡിൻ്റെ ഓണറോട് ചോദിക്കും, ഈ ലാൻഡ് വിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇല്ലില്ല, ഞങ്ങൾ വിൽക്കാൻ തയ്യാറല്ല, ഞങ്ങളിത് തലമുറകളായിട്ട് ഉപയോഗിക്കുന്ന ലാൻഡാണ്, ഞങ്ങളിത് വിൽക്കാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ മക്കൾക്ക് ഇവിടെ താമസിക്കേണ്ടത് ആവശ്യമാണ്. ഇവർ പോകും, പോയി വിച്ച് ക്രാഫ്റ്റ് ചെയ്യും. വിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്നതിന് ശേഷം പിന്നെയും വരുന്നുണ്ട്. അവർ ഈ വീട്ടുകാർക്കൊരു മനം മാറ്റം ഉണ്ടാകുന്നു. ഇവിടെ ഒന്ന് വേറൊരു പട്ടണത്തിൽ പോയി താമസിക്കണമെന്ന് ഈ കുറേ ദിവസമായിട്ട് പിള്ളേരെല്ലാം പറയുന്നു. എന്നാൽ അങ്ങ് വിറ്റ് കളയാം. റോങ് ഡിസിഷൻ. ആ റോങ് ഡിസിഷൻ അവരെ കൊണ്ടാണ് എടുപ്പിക്കുന്നത്. അവിടെയാണ് നിനക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം ആവശ്യമായിരിക്കുന്നത്. ഏത് തീരുമാനം എടുക്കുമ്പോഴും ദൈവത്തിൻ്റെ ജ്ഞാനം ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പരിരക്ഷ ആവശ്യമാണ്. ഇത്തരത്തിലുള്ള അശുദ്ധമാകുന്ന ശക്തികൾക്ക് നിന്നോട് അടുത്തു വരുവാൻ കഴിയാത്ത നിലയിൽ ഒരു സംരക്ഷണത്തെ 2026 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അയക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ആ ജ്ഞാനത്താൽ നിറയ്ക്കുവാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അത് സ്വീകരിക്കുക. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അത് സ്വീകരിക്കുക. ജ്ഞാനത്തിൽ ഒരു വർധനവുണ്ടാകട്ടെ. ആമേൻ. കൊലോസ്യ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയും, നിങ്ങൾ പൂർണ്ണപ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാം വണ്ണം നടന്ന ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിലും പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരയണം എന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. ദൈവത്തെ ഇൻക്രീസിങ് ഇൻ ദ നോളജ് ഓഫ് ഗാഡ്. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഇത് ഒരു പകർച്ചയായി, ഇത് കേൾക്കുന്നവരുടെ മേൽ ഒരു പകർച്ചയായി സംഭവിക്കട്ടെ. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഇൻക്രീസിങ് ഇൻ ദ നോളജ് ഓഫ് ഗാഡ്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഒരു വർധനവിനെ കർത്താവ് നൽകി തരുവാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല 2 കൊരിന്ത്യറിൽ പോകുമ്പോൾ 2 കൊരിന്ത്യർ അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ 10-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, ഞങ്ങൾ മറ്റുള്ളവരുടെ പ്രയത്നഫലം കൈവശമാക്കി അളവില്ലാതെ പ്രശംസിക്കുന്നു എന്നുമില്ല. നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ ഈ ആവശ്യമില്ലാത്ത വ്യാകുലതയും ആകുലതയും ഭയവും ഇതെല്ലാം വിട്ടുപോകട്ടെ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരയണമേ എന്ന്. ആ വർധനവ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. നിന്റെ സംസാരത്തിനും ചിന്തകൾക്കും മാറ്റമുണ്ടായിട്ട് നീ ദൈവവചനം ചിന്തിക്കുകയും ദൈവവചനം ഏറ്റുപറയുകയും ചെയ്യുകയാണെങ്കിൽ വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഒരു വലിയ ഇൻക്രീസ് സംഭവിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, നിങ്ങളുടെ ജ്ഞാനം വർദ്ധിക്കട്ടെ, നിങ്ങളുടെ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വർദ്ധിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി അതിൻ്റെ 9-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അവിടെ ശൗലു മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ ശക്തി ഇൻക്രീസ് ചെയ്യട്ടെ. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. ഈ നിലയിലുള്ള ഒരു വർധനവിനെ കർത്താവ് നൽകി തരുവാൻ പോകുകയാണ്. ശക്തിയുടെ മേഖലയിൽ, പരിശുദ്ധാത്മ ശക്തിയുടെ മേഖലയിൽ വർധനവ്, ജ്ഞാനത്തിൻ്റെ മേഖലയിൽ, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിൻ്റെ മേഖലയിൽ വർധനവ്, വിശ്വാസത്തിൻ്റെ മേഖലയിൽ വർധനവ്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വർധനവ്, പ്രാർത്ഥനയിൽ വർധനവ്, ദൈവവചന ധ്യാനത്തിൽ വർധനവ്, ആരോഗ്യത്തിൽ വർധനവ്, സാമ്പത്തികത്തിൽ വർധനവ്. കർത്താവ് നിങ്ങളെ പ്രോസ്പെറസ് ആക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ മേഖലകളിലും വർധനവ് സംഭവിക്കട്ടെ.
ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു ബ്ലെസ്സിങ് കൊടുക്കുവാൻ നിന്റെ കയ്യിൽ സഫീഷ്യൻ്റ് ആയിട്ട് ഉണ്ടാകണം. ഒരു ഹെൽപ്പിന് വേണ്ടി ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ നിലയിൽ നിനക്ക് നിന്റെ ഫൈനാൻസിന്റെ മേഖലയിൽ ഒരു വർധനവിനെ കർത്താവ് നൽകി തരുവാൻ ആഗ്രഹിക്കണം. വിശ്വസിച്ച് സ്വീകരിച്ചോണം, വിശ്വസിക്കണം. വിശ്വസിച്ച് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഈ വർധനവുകളെ കർത്താവ് നൽകി തരുവാൻ പോകുന്ന അത്തരത്തിലുള്ള വർധനവുകളുടെ ഒരു വർഷമായിട്ട് കർത്താവ് 2026 തീർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അസാധാരണമാകുന്ന വേഗതയിൽ നിങ്ങൾക്ക് മുന്നേറുവാൻ കഴിയും. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ കൂടെ എന്നോട് കർത്താവ് ഇടപെട്ട ഒരു കാര്യം കൂടെ, ഇതിൻ്റെ മറുവശത്ത് ഈ രാജ്യത്ത് വളരെ ഗുരുതരമാകുന്ന വരൾച്ച ഉണ്ടാകുന്നൊരു വർഷം കൂടിയായിരിക്കും 2026. അവിടെ ഇസ്രായേൽ മക്കൾക്കും മിസ്രൈമിയർക്കും തമ്മിൽ ഒരു വേർതിരിവുണ്ടായിരുന്നു. അത് സംഭവിക്കും ഉറപ്പായിട്ടും. ചില പ്രത്യേക മേഖലകളിൽ അതികഠിനമാകുന്ന, മുൻ വർഷങ്ങളിൽ ഒന്നും സംഭവിക്കാത്ത അതികഠിനമാകുന്ന വരൾച്ച ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും അത്. ആത്മീക മേഖലയിൽ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി ആത്മീകരായി നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ മഴയുടെ ഉള്ളിലായിരിക്കുക. ഭൗതിക മേഖലയാണ് പ്രധാനമായിട്ടും എൻ്റെ ഹൃദയത്തിൽ വന്നത്. ഭൗതിക മേഖലയിൽ വെള്ളം ദുർലഭമാകുന്ന, മഴ ലഭിക്കാതെ വരുന്ന ആ നിലയിലുള്ളൊരു വരൾച്ചയുടെ വർഷമാണ്. പ്രാർത്ഥിക്കുക. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സമർത്ഥമാകുന്ന ആശീർവാദം പ്രകൃതിയുടെ തലത്തിലും ഉണ്ടാകുവാനും ധാരാളം മഴ ലഭിക്കുവാനും ജലം ലഭിക്കുവാനും തക്കവണ്ണം നിങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കുവാനും വേണ്ടി പ്രാർത്ഥനയിലും ശ്രദ്ധിക്കുക. കർത്താവ് കൂടെയിരിക്കും. കർത്താവ് മഹാത്ഭുതങ്ങളെ ചെയ്യും. ഇത് ഒരു സൂപ്പർ അബണ്ടന്റ് ഇൻക്രീസിൻ്റെ വർഷമായി തീരട്ടെ 2026. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ രോഗസൗഖ്യത്തിൻ്റെ മേഖലയിലും കർത്താവേ ഞങ്ങൾക്കൊരു സൂപ്പർ അബണ്ടന്റ് ഇൻക്രീസിനെ നൽകി തരുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പാരാമീറ്റേഴ്സ്, ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ലെവൽ, ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, നിയന്ത്രണമില്ലാതെ അത് ഷൂട്ടപ്പ് ചെയ്തിരിക്കുന്ന സാഹചര്യങ്ങളെ നേരിടുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ പാൻക്രിയാസ് സൗഖ്യമാകട്ടെ. നിങ്ങളുടെ ഹൃദയം, ഹാർട്ട് സൗഖ്യമാകട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ആമേൻ. കാലിന് വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ സൗഖ്യമാകട്ടെ. ഇടതുകാലിലുള്ള കഠിനവേദന ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഒരു സുകുമാരനെ പരിശുദ്ധാത്മാവ് തൊടുന്നു. നിന്റെ ശരീരത്തിലുള്ള രോഗബാധകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അത്ഭുത സൗഖ്യങ്ങളെ കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം. കണ്ണുകളെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മറ്റ് ജീവിത സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യണം കർത്താവേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ ജോലിയില്ലാത്തവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യണമേ. സാമ്പത്തിക മേഖലയിൽ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറന്നു കൊടുക്കണമേ. അത്ഭുത വഴികളെ തുറന്നു കൊടുക്കണമേ. സമൃദ്ധിയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വലിയ വിടുതലുകളെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. 2026 വിവാഹം ഇതുവരെയും നടന്നിട്ടില്ല, അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വിവാഹം നടക്കുവാൻ പോകുന്നു. ഇത് ഒരു വിവാഹങ്ങളുടെ വർഷമാണ് 2026. ധാരാളം നടക്കാതെ കിടക്കുന്ന വിവാഹങ്ങൾ നടക്കുവാൻ പോകുന്ന വർഷമാകുന്നു 2026. തലമുറകളില്ലാത്തവർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മനാമത്തിൽ നിങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. 2026 നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷമായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സന്ദേശം കേൾക്കുവാൻ നിങ്ങൾ കാണിച്ച സന്മനസ് പ്രത്യേകം അഭിനന്ദനത്തിന് വിധേയമാകുന്നു. ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു. വിശേഷിച്ച് ഈ സന്ദേശം മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ പങ്കുവയ്ക്കുവാൻ തയ്യാറാകുക.
ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.